ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബിഡ വ്ളോഗ്സ്. പിന്നെ വീണ്ടും കുറച്ച് ദിവസമല്ലേ കണ്ടിട്ട് സോറി ഗേസ്, വീഡിയോ എപ്പോഴും ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറ്റുന്ന പോലൊക്കെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു സിനിമ കണ്ടു. അപ്പോൾ ഏതാണ് തമ്പുരാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഏതില്ല, എല്ലാവരും കാത്തിരിക്കണ സിനിമ തന്നെയാണ്. സാക്ഷാൽ എമ്പുരാൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് പോവാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാനും ചെയ്തിരുന്നത്. അതായത് എമ്പുരാൻ്റെ മുന്നേ എങ്ങനെയും ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഫസ്റ്റ് ഡേനെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. കാരണം രാജുവേട്ടൻ അത്രത്തോളം ചെറിയ സിനിമയെന്ന് പറയുമെങ്കിലും ഹൈപ്പ് തന്നെയല്ലേ. സോ ഞാൻ അങ്ങനെ ഫസ്റ്റ് ഡേനെ കാണാൻ നോക്കി. എനിക്ക് ഫസ്റ്റ് ഡേനെ ടിക്കറ്റ് കിട്ടി. ഇവിടെ അടുത്തുള്ള ചെർപ്പളശ്ശേരി ഗ്രാൻഡ് സിനിമാസിലാണ് ഞാൻ സിനിമ കണ്ട്. രാവിലെ ഫാൻ ഷോയ്ക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ കടുത്ത ലാലേട്ടൻ ആരാധകനൊന്നുമല്ല. ഞാനൊരു സിനിമ ലവറാണ്. ഞാൻ മമ്മൂക്കി എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനെ 9:30 ഷോയ്ക്ക് ഞാൻ പോയി കണ്ടു. അപ്പോൾ നമുക്ക് സിനിമ എങ്ങനെയുണ്ട് നോക്കാം. സിനിമയിലോട്ട് വരാം അല്ലേ. എമ്പുരാൻ ലൂസിഫറിന്റെ 2ാം ഭാഗമാണ്. അതായത് ഫസ്റ്റ് 2019 ലൂസിഫർ ഇറങ്ങിയത്. 6 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ രാജുവേട്ടൻ എമ്പുരാനായിട്ട് വരികയാണ്. അപ്പോൾ ചില്ലറ ഹൈപ്പ് നല്ലേ അല്ലേ. നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും അധികം എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കണ്ടെന്ന്. കാരണം കുറേ വട്ടം മൂഞ്ചിയതാണ് സത്യം പറഞ്ഞ. അപ്പോൾ പിന്നെയും ഒബ്വിയസ്ലി രാജുവേട്ടൻ ഇങ്ങനെ ഹൈപ്പ് കയറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ നമുക്ക് എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെ ഞാൻ കുറച്ച് എക്സ്പെക്റ്റേഷൻ വെച്ചു. എനിക്ക് ആകെ എക്സ്പെക്റ്റേഷൻ എന്താ, സ്റ്റീഫൻ നെടുമ്പലയുടെ സ്വാഗ് കാണണം, പിന്നെ കുറച്ച് നല്ല പെർഫോമൻസ് കാണണം, പിന്നെ കുറച്ച് രാജുവേട്ടനായതുകൊണ്ട് ഡയറക്ഷൻ പൊളിയാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കുറച്ച് നല്ല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള കുറച്ച് ഫൈറ്റും കുറച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സാക്ഷാത്കരിച്ചു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരാം അല്ലേ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സാക്ഷാൽ പൃഥ്വിരാജ് സുകുമാർ, രാജുവേട്ടൻ തന്നെയാണ്. ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാലോ. പിന്നെ സ്ക്രിപ്റ്റ് നമ്മുടെ മുരളി ഗോപിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അത്ര വലിയ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ചില്ലറ കാര്യമില്ല. പലപ്പോഴും പ്രൊഡ്യൂസേഴ്സ് അണ്ടർറേറ്റായി പോകുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആന്റണി പെരുമ്പൂർ, ആശീർവാദ സിനിമാസും പിന്നെ ഗോകുലം ചേട്ടൻ. പുള്ളി അവസാന നിമിഷം ഇതിലേക്ക് ഇടപെട്ട് ആകെ സൂപ്പറാക്കി അടിപൊളിയാക്കി. പിന്നെ സിനിമാറ്റോഗ്രാഫി എടുത്തു പറയണം. സുജിത് വാസുദേവ് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമാറ്റോഗ്രാഫി. പിന്നെ ആർട്ട് ഡയറക്ഷൻ മോഹൻദാസ് എന്ന് പറഞ്ഞ ആളാണ്. ആളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മേക്കിംഗ് ആണ് കുറച്ചുകൂടി ഇഷ്ടമായ. കാരണം പൃഥ്വിരാജ് സുകുമാർ നമുക്ക് അറിയാലോ, അത്രയും വിഷ്വൽ ഡയറക്ടറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ആക്ടിങ്ങിനെക്കാട്ടി ഇപ്പോൾ ഇഷ്ടം പുള്ളി ഡയറക്ഷനാണ്. പുള്ളി ഒരു വിട്ടുവീഴ്ചയില്ല. സ്ക്രിപ്റ്റ് എന്താണ് ഡിമാൻഡ് ചെയ്യണം അത് പുള്ളി സാധിച്ചിട്ട് അടങ്ങും. അതിന് വേണ്ടി എന്തൊക്കെ പെർമിഷൻ എടുത്താലും എത്ര രാജ്യങ്ങളിൽ പോയി അവർ ഷൂട്ട് ചെയ്തിരിക്കാൻ അറിയുമോ. അപ്പോൾ അതിനൊക്കെ പെർമിഷൻ എടുത്ത് അതിന് വേണ്ടി ശ്രമിച്ച എല്ലാ ആൾക്കാർക്കും ഹാറ്റ്സ് ഓഫ് കേട്ടോ. അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് കാസ്റ്റിങ്ങിലേക്ക് വരികയെന്ന് വെച്ചാൽ കുറേ പേരുണ്ട്. വീഡിയോ തികയില്ല കേട്ടോ. കാസ്റ്റിംഗ് ആരൊക്കെയാണെന്ന് നമുക്ക് പറയാം. ലാലേട്ടൻ ഒബ്വിയസ്ലി, പിന്നെ മഞ്ജു വാര്യർ, പിന്നെ നമ്മുടെ ടിനോവ, ബൈജുവേട്ടൻ. ഉള്ള പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൂസിഫറിലും തകർത്തു, ഇതിലും തകർത്തു. നല്ല കിണ്ണം കച്ച 5 ഡയലോഗൊക്കെ ഉണ്ട്. എല്ലാവരും അത് ശ്രദ്ധിക്കുക. പിന്നെ ആരാ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. കാസ്റ്റിംഗ് പറയാൻ നീണ്ടുപോകും. പിന്നെ പെർഫോമൻസ് ചോദിച്ചാൽ ലാലേട്ടന് അധികം എന്താ പറയുക, അപ്പോൾ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ടോവിനോ ഭയങ്കര ഒരു ഓക്കെ ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായിരുന്നു. ടോവിനോന്റെ പെർഫോമൻസും പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് പറഞ്ഞ സാധനം നമുക്ക് ഫീൽ ചെയ്യണില്ല ടോവിനോയിൽ. എന്താ അറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ കുറച്ച് സിനിമ ഡൗൺ ആവും. കാരണം ഞാൻ പറയാച്ച സ്റ്റോറിനാണ് ഒട്ടും കണക്ട് ആവുന്നില്ല. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോറി നമ്മുടെ പ്രേക്ഷകരായിട്ട് ഓഡിയൻസായിട്ട് കണക്ഷൻ വേണം. അത് ഈ സിനിമ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു കണക്റ്റ് ആവണില്ല. അത് ഒരു സ്റ്റോറിയുടെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പല ആൾക്കാരും നെഗറ്റീവ് പറയാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് ഇതായിരിക്കാം അവർക്ക് തോന്നിയത്. എനിക്ക് തോന്നിയ പോലെ തന്നെ ആയിരിക്കണം. കാരണം എനിക്ക് എന്തോ മേക്കിംഗ് കൊണ്ടാണ് സിനിമ വിജയിക്കും. എന്തായാലും ഒബ്വിയസ്ലി വിജയിക്കും. സിനിമ വിജയിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കാരണം ഇത് മലയാള സിനിമ അല്ലടോ, അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. കാരണം ഇന്റർനാഷണൽ ലെവലുള്ള ഒരു സാധനമാണ്. നമുക്ക് കുറേ ഇന്റർനാഷണൽ ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഒരു ഫൈറ്റും ആ ഒരു ഫ്രെയിമൊക്കെ കാണുമ്പോൾ ഇന്റർനാഷണൽ ലെവൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റോറി ആയിട്ട് കണക്ട് ആവുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഹാഫ് പറഞ്ഞാൽ അങ്ങനെ ഓക്കെ, നമുക്ക് ബിൽഡപ്പ് ഏതാണ് ആ സിനിമയായാലും ഫസ്റ്റ് ഹാഫ് എന്തായാലും ബിൽഡപ്പ് ആവുമല്ലോ. അപ്പോൾ ബിൽഡപ്പൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവായിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് എൻജോയ് ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പോയി എന്നൊക്കെ. അപ്പം എൻ്റെ ഫീൽ ഇങ്ങനെയായിരുന്നു. എന്ത് വിധി ഒരു സുഖം ഉണ്ടായില്ല. ആകെ ഒരുമാതിരി അവസ്ഥയായിരുന്നു. ആ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ആ ഒരു ഇത് തന്നത്, ഒരു ബിൽഡപ്പ് തന്നത് ഒരു നമ്മുടെ സ്റ്റീഫൻ നെടുമ്പലയുടെ മുണ്ട് മടക്കി കുത്തിരി ഫൈറ്റ് ഉണ്ട് പോലെ. അപ്പോൾ അതാട്ടോ, അത് ആരും മിസ്സാക്കല്ലേ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ സീനും അത് എടുത്തു വെച്ചിരിക്കുന്ന രീതിയും. ലാലേട്ടൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക്
എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കറിയാം ലൂസിഫർ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരുന്നല്ലോ മെയിൻ. അപ്പോൾ ഇതിൽ അബ്രഹാം ഖുറൈഷിയെ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതും അങ്ങനെ വർക്കായില്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി ഉള്ളത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മളത്ര ഇന്റർനാഷണൽ ആവാത്തതാണോ അറിയില്ല, അത് പുള്ളിയെ ഗെറ്റപ്പിൽ എനിക്ക് അങ്ങനെ ഒരു അബ്രഹാം ഖുറൈഷിയായിട്ട് തോന്നാത്തതാണോ അറിയില്ല. എന്തോ എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടമായത് നമ്മുടെ സ്റ്റീഫൻ തന്നെയാണ്. ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തി വന്നപ്പോഴാണ് ശരിക്കും കയ്യട്ടയുടെ പൂരായി. അപ്പോൾ വീണ്ടും ആ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സാധനം അടിപൊളിയായി. പിന്നെ വീണ്ടും അബ്രഹാം ഖുറൈഷി ആയപ്പോൾ വീണ്ടും പടം എന്താ കിടക്കണം. അതാണ് എന്തോ അബ്രഹാം ഖുറൈഷി ഒട്ടും വർക്കാവാത്ത പോലെ. സ്റ്റീഫനോട് ചേരുമ്പോഴാണ് ശരിക്കും മാസം നമുക്കൊരു പക്ക മാസമായിട്ടുള്ള സാധനം കിട്ടണം കേട്ടോ, സത്യം പറഞ്ഞാൽ. അപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടമായി. എനിക്ക് ആ സെക്കൻഡ് ഹാഫിൽ സ്റ്റീഫൻ്റെ സീൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ പടം ഭയങ്കര ഡൗൺ ആയി പോയി എനിക്ക് അങ്ങനെ തോന്നലുണ്ട്. പക്ഷെ അതെന്തായാലും ആ സീൻ ഉൾപ്പെടുത്തി നന്നായി. ഒരു ഫൈറ്റ് അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ അവസാനത്തേക്ക് ഒരു പോക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ക്ലൈമാക്സ് ഇങ്ങനെ ആവുമെന്ന്. ഈ രഹസ്യം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ ഞാൻ പലരുടെയും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവരോടെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ബാബുവല്ല, CID ഓഫീസർ KK നായർ. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ. എൻ്റെ എക്സ്പെക്ടേഷൻ തെറ്റി. നന്നായിട്ട് നല്ലൊരു ട്വിസ്റ്റൊക്കെ കൂടി നല്ലൊരു ക്ലൈമാക്സിലൂടെ അവർ എൻ്റെ ചെയ്യിച്ചു. പക്ഷെ ഒരു കംപ്ലീറ്റ് ആയൊരു ഫീലും കിട്ടിയില്ല. അത് നമുക്ക് അടുത്ത പാർട്ട് വെയിറ്റ് ചെയ്യാം. ലൂസിഫർ 3 വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സിനിമ മൊത്തം ഒരു കംപ്ലീറ്റ് ആവാത്ത ഫീൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിലൂടെ അത് ശരിയാവുമായിരിക്കും. അപ്പോൾ എനിക്ക് ഓവറോൾ പറയാച്ച മേക്കിംഗ് അടിപൊളി, ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടത്, OTT കണ്ടൊന്നും ശരിയാവില്ല. നിങ്ങൾക്ക് മലയാള സിനിമ നിങ്ങൾ അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം പുള്ളി അത്രയും ചെയ്തു വെച്ചിട്ടുണ്ട്. ആകെ നെഗറ്റീവ് പറയാതെ സ്റ്റോറി കണക്ട് ആയില്ല. അപ്പോൾ അതായിരിക്കും കുറച്ച് മിക്സഡ് റിവ്യൂസ് വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ അഭിപ്രായം അതാണ്. പിന്നെ ഇത് രാജുവേട്ടൻ മുരളി ഗോപി കൂടി കുറേ പൊളിറ്റിക്സ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം ആൾക്ക് കണക്ട് ആവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എനിക്ക് അത്ര കണക്ട് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഗുജറാത്ത് വിപ്ലവമൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്കത് കണക്ട് ആകുമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ അവന് സെക്കൻഡ് ഹാഫിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. സെക്കൻഡ് ഹാഫിൽ ഒരു മെയിൻ സ്റ്റോറിയിൽ സെക്കൻഡ് ഹീറോയുടെ റിവെഞ്ചാണ്. എന്നാൽ അവരതിന് റിവെഞ്ച് എന്നാൽ വൃത്തിയായിട്ട് ചെയ്യണ്ടേ. ഒന്നാമത് അത്രയും കൊല്ലത്ത് ഒരു നല്ലൊരു റിവെഞ്ചായിരുന്നു. ആ റിവെഞ്ച് ചുമ്മാ സാധാ ആക്കിയ പോലെ ഭയങ്കര ലോ ലെവലിലേക്ക് പോയ പോലെ റിവെഞ്ചായി. അതാണ് സെക്കൻഡ് ഹാഫിനെ താഴ്ത്തി കെട്ടിയത് സത്യം പറഞ്ഞാൽ. അത് എന്താ പുള്ളി ഉദ്ദേശിക്കാൻ മനസ്സിലാവുന്നില്ല. അത് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണ്ടേ. അപ്പം എന്തായാലും അതും ഭയങ്കര ഒരു റിവെഞ്ച് പോലെ സത്യം എനിക്ക് തോന്നി. പിന്നെന്താ നിങ്ങളടുത്ത് പറയാനുള്ളത്, ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയി കണ്ടാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതായത് ഒന്നിനും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, ജീവിതത്തിലായാലും സിനിമയിലായാലും. അപ്പോൾ നിങ്ങൾ മലയാള സിനിമ നിങ്ങൾക്ക് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണാം കേട്ടോ. ഇതൊരിക്കലും OTT കാണരുത് പ്ലീസ്. ഇത് തിയേറ്റർ പക്ക തിയേറ്റർ വാച്ചാണ്. പിന്നെ ഓവറോൾ ഞാൻ 5-ൽ ഒരു 3.5 റേറ്റിംഗ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും.